മാറ്റിയത്. അപ്പൊ ആ മനസ്സറിയുന്ന അമ്മയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അമ്മ മകൻ എന്ന ബന്ധമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഇത്ര നാളും താൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആ ദുഃഖം മകനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ഒന്ന് ഉമ്മ വെച്ചാൽ അണ പൊട്ടി ഒഴുകുന്ന അലയായി തന്നെ, ഒരു നദിയായി തന്നെ ഒഴുകി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ മകനോട് പാണ്ഡവപക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്യാനല്ല ആവശ്യപ്പെട്ടത്. എൻ മടിത്തട്ടിൽ കിടന്നൊന്നുറങ്ങുക, നിൻ മനസ്സുണരട്ടെ ശാന്തി തീരങ്ങളിൽ. അമ്മ തൻ അംഗത്തിൽ ഒരു മണിപ്പൈതലായി തൻ മകൻ മെല്ലെ തലചായ്ച്ചുറങ്ങവേ, അണപൊട്ടി അലയും ഇരു നദികളെ പോലെ ആ കവിളിലൂടൊഴുകുന്ന കണ്ണുനീർ ചാലിലോ കുന്തിക്കു മാറിടം നനയുന്നു പൊന്നോമൽ ഉണ്ണിക്കു കരുതിയൊരു നന്മുലപ്പാലിലോ എന്ന് ചിന്തിച്ചത്. കാരണം അതിനപ്പുറത്തേക്ക് കുന്തി ഒരു യഥാർത്ഥ മാതാവാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കുന്തിക്ക് കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ സമാഹാരത്തിൽ 40 കവിതകളാണ് സമാഹാരത്തിലുള്ളത്. ഇനിയും പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ എന്തോന്നറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ കുറച്ച് സമയമുണ്ട്. പക്ഷെ എപ്പോഴും പൂർണ്ണമായി സ്വതന്ത്രയായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം മൂത്ത മകന് രണ്ടാമത്തെ കുഞ്ഞായി 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ്. ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാനുള്ള അത് ഇപ്പോഴും ആയിട്ടില്ല. എന്നിരുന്നാലും പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്, എഴുതണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചതിൽ എല്ലാവരോടും, വായനശാലയുടെ ഭാഗത്തുള്ള എല്ലാവരോടും, ഇവിടെ സിഞ്ചുവിനോട് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയട്ടെ കേട്ടോ. കാരണം സിഞ്ചു മനോഹരമായിട്ട് ആ കവിത ഉൾക്കൊണ്ട് തന്നെ ആലപിച്ചു. സുധീഷൊക്കെ ഇവിടെ ഉണ്ട്. സുധീഷ് കുറേ കാലം PTA പ്രസിഡന്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ എല്ലാവരും ഈ ഇങ്ങപ്പുറത്ത് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകളാണ്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്.